ഇന്നത്തെ ഗെയിം എന്ന് പറയുമ്പോൾ സ്റ്റംബിൾ ഗൈസ് അകത്ത് ഗെയിമാണ്. പക്ഷെ സ്റ്റംബിൾ ഗൈസ് പോലത്തെ എല്ലാ വ്യത്യാസമുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. അതായത് ഇതിലെന്ന് പറയുമ്പം നമ്മ സാധാരണ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങുന്നത് അവർ നമ്മളെ ആക്കി തരും. പിന്നെ അവിടുന്ന് ഫൈറ്റ് ചെയ്തിട്ട് ഒരു ഏകദേശം ഒരു കുറച്ച് ആൾക്കാരുണ്ടാവും. കുറച്ചെന്ന് പറയുമ്പോൾ ഞാൻ കണക്കെടുത്തിട്ടാ. അപ്പോൾ ഇങ്ങനെ ആൾക്കാരുണ്ടാവും, അവർ തമ്മിൽ ഫൈറ്റ് ചെയ്തിട്ട് എല്ലാവരും തട്ടി താഴെ ഇട്ടിട്ട് അവസാനം ജയിക്കേണ്ടതാണ്. അതായത് ആദ്യം വലിയ സ്ഥലം ഉണ്ടാവും, പിന്നെ ഓരോരോ ബോക്സ് ഇളകി പോവും. അങ്ങനെ അവസാനം ചെറിയൊരു സ്ഥലത്ത് വരും. അങ്ങനെ ജയിക്കേണ്ട ഒരു ഗെയിമാണ്. അപ്പം ഗെയിം പ്ലേ നോക്കിയിട്ട് വരാം, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇത് ഫ്രണ്ട്സിനെ കൂടി കൂട്ടിക്കളിക്കാൻ പറ്റുന്ന ഗെയിമാണ്. സൈഡിൽ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ വരും. അപ്പോൾ ഇതിൽ ആഡ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ ടോപ്പിൽ കാണും. അവിടെ ഞെക്കി കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിൽ തന്നെ യുവർ കോഡ് പറഞ്ഞിട്ടൊരു കോഡ് ഉണ്ടാകും. ഇത് കണക്ക് നിങ്ങളെ ഫ്രണ്ടിന് ഒരു കോഡ് ഉണ്ടാവും. അതിൽ കൊടുത്തിട്ട് സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഫ്രണ്ടിന് റിക്വസ്റ്റ് പോകും. അവരെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണക്ക് റിക്വസ്റ്റ് പോകും. അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിലേക്ക് വരും. ഇനിയിപ്പം നിങ്ങൾക്കാണ് വേണമെങ്കിൽ നിങ്ങളെ കോഡ് അവർക്ക് കൊടുക്കുക, അവരെ ആഡ് ചെയ്തിട്ട് ആക്കേണ്ടി വരും. ഫ്രണ്ട്സിൻ്റെ തൊട്ടപ്പുറം പാർട്ടി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ തന്നെ ഫ്രണ്ട്സിനെ ആഡ് ചെയ്യാനും അതുപോലെ നമ്മളതിൽ ആഡ് ചെയ്തിട്ടുള്ള ഫ്രണ്ട്സിനെ കൂട്ടി കളിക്കാനും ഉള്ള ഓപ്ഷൻ വരും. അപ്പോൾ നമുക്കൊരു ഗെയിം പ്ലേ ഫുള്ളായിട്ടൊന്ന് നോക്കിയിട്ട് വരാം. ഈ മഞ്ഞ കളറിലെ ബോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പൊട്ടാനായി. കാരണം അതിങ്ങനെ മഞ്ഞ കളർ വന്നിട്ടാണ് ഓരോരോ ബോക്സ് പൊട്ടി പോലെ. അപ്പോൾ ഓരോരോ മഞ്ഞ വരുമ്പോൾ പരമാവധി പെട്ടെന്ന് നടന്ന് മാറാൻ നോക്കാം. ഇതേപോലെ ഒരു ലൈഫ് എല്ലാവർക്കും കിട്ടും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് കണക്ക് ലൈഫൊന്നും കിട്ടില്ല. ബാക്കി ലെവൽ അപ്ഗ്രേഡും പിന്നെ പവർ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൂടുമായിരിക്കും. ഞാൻ പരമാവധി ഓടി മാറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൻ്റെ കയ്യിൽ കണ്ട ഒരു മുട്ടി അതെടുത്ത് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്നെ കിട്ടൂല. ഞാൻ എവിടെയെങ്കിലും അങ്ങ് കാട്ടിലോ ഇവിടെ മൂക്കിലും മൂലയിലാറ്റം കിടക്കും. ഓരോരാൾക്ക് ഓരോരോ ലെവൽ അപ്പാവുന്നതിനനുസരിച്ച് പവറും കാര്യങ്ങളെല്ലാം കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് ഇപ്പം അൺലോക്ക് ആവാത്ത കുറേ സാധനങ്ങൾ അൺലോക്ക് ആക്കിയിട്ട് എടുക്കാൻ പറ്റും. ഇതിൽ തന്നെ ചിലത് നമ്മളിപ്പോൾ പോയിട്ട് നിൽക്കുന്ന സമയത്ത് പറയും നിങ്ങൾക്കിത് അൺലോക്ക് ആക്കാൻ പറ്റില്ല, എന്തേ ലെവലായിട്ടാണ്. അപ്പോൾ കുറച്ച് ലെവലാവുന്നതിനനുസരിച്ച് അവർക്ക് കിട്ടുന്ന പോലെ നമുക്കെല്ലാം കിട്ടും. ഡ്രസ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിൽ പൈസ കൊടുത്ത് എടുക്കേണ്ട ഒരാവശ്യമില്ല. കാരണം ഇപ്പം ഗെയിം സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ സാധനങ്ങളും അവർ ആദ്യം തന്നെ ഫ്രീ ആയിട്ട് തരും. പിന്നെ കുറച്ചും കൂടിയും ലെവലപ്പ് ആവുന്നതിനനുസരിച്ച് ഇത് ഗെയിം കുറച്ച് അപ്പാവുന്നതിനനുസരിച്ച് പിന്നെ കാര്യങ്ങളെല്ലാം അവർ പൈസയും കാര്യങ്ങളെല്ലാം കൊണ്ടുവരും. അപ്പോൾ ആദ്യം കിട്ടുന്നതെല്ലാം പരമാവധി എടുത്തോളാം.
ഗൈസ് അങ്ങനെ ഞാൻ ജയിച്ചിരിക്കുന്നു ഗൈസ്. അപ്പോൾ വീഡിയോ ലെങ്ത്ത് കൂടുന്നുണ്ട് എന്ന് എനിക്കറിയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു വീഡിയോ ഗെയിം പ്ലേ മൊത്തത്തിൽ നിങ്ങളെ കാണിക്കുമ്പോഴത്തേക്ക് തന്നെ ലെവൽ കുറയാവും. അപ്പോൾ എല്ലാ ഗെയിം പ്ലേ എനിക്ക് കാണിക്കാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ ഗെയിം പ്ലേൻ്റെ ലെങ്ത്ത് ഇത് കുറേ ഉണ്ട്. പിന്നെ ബാക്കിയെല്ലാം കൂടിയിട്ടാകുമ്പോൾ നല്ലോണം കൂടി. ഇപ്പോൾ എനിക്ക് സംഭവങ്ങളെല്ലാം അൺലോക്കായി. കാരണം താഴെ കലക്ട് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അതായത് 5 ലെവലാണ് മാക്സിമം പറയുന്നത്. ഞാനിപ്പോൾ 6 ലെവലെത്തി. 5 ലെവലെത്തുന്ന സമയത്ത് നമുക്ക് എല്ലാ മാപ്പ് കാര്യങ്ങളെല്ലാം ഓണാവും. പിന്നെ ഫ്രണ്ട്സിനെ കൂട്ടി കളിക്കുമ്പോൾ ആ സമയത്താകുമ്പം 5 ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മാപ്പും നിങ്ങൾ ഒരു 5 കളി പോട്ട്. ചിലവർക്ക് 5 കളി പെട്ടെന്ന് ചാവുന്നുണ്ടെങ്കിൽ ഓക്കെ 6 കളി കളിക്ക്, 7 കളി കളിക്കുക. ആ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഫുള്ള് പെട്ടെന്ന് കളിയും തീരും. അതുമാത്രമല്ല മാപ്പെല്ലാം ഓപ്പൺ ആവുകയും ചെയ്യും. കണ്ട ഈ പ്ലസ് കൊടുക്കുന്ന സമയത്ത് എനിക്ക് മാപ്പെല്ലാം ഓപ്പൺ ആയിട്ട് കിട്ടി. ഇനിയിപ്പോൾ നമ്മളെ ഫ്രണ്ട്സിനെ കൂട്ടി കളിക്കുന്ന സമയത്ത് ഈ മാപ്പിലെല്ലാം നമുക്ക് ഏടാന്ന് വെച്ച് കഴിഞ്ഞാൽ കളിക്കുക. അങ്ങനെ കുറേ സംഭവങ്ങളെല്ലാം ഉണ്ട്. എല്ലാം പോയി നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.